ഇന്ന് നമ്മൾ പ്രകാശിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ ഇനി തിരിച്ച് നാട്ടിക്ക് പോരുകയാണ്. നാട്ടിക്ക് പോരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ കാവേരി ബസ്സാണ്. കാവേരി ബസ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം അതിന് മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് ഉണ്ട്. നമ്മൾ അതുകൊണ്ട് സമയമൊന്നും നോക്കാതെ നേരെ വിട്ട് നമ്മളെ കാവേരി ബസ് നിർത്തുന്ന പാർക്കിംഗ് അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മളെ മോമിൽക്കാണെങ്കിൽ നമ്മളെ വണ്ടിനെ കുളിപ്പിച്ചുന്ന പരിപാടിയാണ്. നമ്മൾ നല്ലൊരു ഫുഡും കഴിച്ചു കണ്ട് സമയം വൈകുന്നേരം ആവാൻ വേണ്ടി നമ്മളാണ് കാത്തുന്നത്. അങ്ങനെ കറക്റ്റ് വൈകുന്നേരം 8 മണിയായപ്പോ തന്നെ നമ്മളെ വണ്ടി ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ടായി. അങ്ങനെ നമ്മളെ കൂടെ ക്യാബിനിലല്ലേ നമ്മളെ ഹോട്ട് സീറ്റിലാണെങ്കിൽ നമ്മൾ അഫ്സൽക്ക് ഉണ്ട്, പിന്നെ നമ്മളെ മോമിൽക്ക് ഉണ്ട്, പിന്നെ നമ്മളെ കിഷോറേട്ടനും ഉണ്ട്. എന്തായാലും എല്ലാരും പാടെ കൂടിക്കാണ് ഞങ്ങൾ ഇന്നൊരു പൊളി പൊളിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് കാവേരി ട്രാവൽസിന്റെ ബാംഗ്ലൂരിൽ നിന്നുള്ള പിക്കപ്പ് എവിടുന്നൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ MG റോഡ് തൊട്ട് ഉൾസൂർ, ഇന്ദിരാനഗർ, ബേപ്പിൻഹള്ളി, ഫാക്ടറി, കെആർപുര, മഹാദേവപുര, മരത്തഹള്ളി, HSR ലിയോ, സിൽക്ക് ബോർഡ്, മടിവാള, മജസ്റ്റിക്, സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ്, ഗംഗേരി എന്നിങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും പിക്കപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് വരുമ്പോ എവിടുന്നൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MML റോഡ് മുതൽ തുടങ്ങി നമ്മളെ മലാപ്പറമ്പ്, MG കോട്ടേഴ്സ്, കൊടുവള്ളി, താമരശ്ശേരി, അടിവാരം, വൈത്തിരി, കൽപ്പറ്റ, മാനന്തവാടി, മൈസൂർ വഴി അങ്ങനെ ബാംഗ്ലൂരിക്കാണ്. ബസ്സിലെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാന സൗകര്യമായിട്ട് നമ്മൾ വാഷ്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ബസ്സിൽ തന്നെ വരുന്നുണ്ട്. വണ്ടിയിലാണെങ്കിലോ സെമി സ്ലീപ്പർ സീറ്റും വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സൂപ്പർ സ്ലീപ്പറിൽ നമുക്ക് ബർത്തും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടന്നിറങ്ങി പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം, ഇനി സീറ്റിലിരുന്ന് കണ്ട് ഉറങ്ങി പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം. കാവേരി ട്രാവൽസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റും ഓരോ ട്രിപ്പിൽ ചേഞ്ച് ചെയ്യുന്നതാണ് ഇവരൊരു ഹൈലൈറ്റ്. അപ്പൊ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ഇതേപോലെ കിടിലനായിക്കാണ് യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് കടന്നിറങ്ങി നീച്ചപ്പാക്കി നമ്മളെ വണ്ടിയാണെങ്കിൽ കോഴിക്കോട് പാളയത്തെത്തിയത് പോലും നമ്മളാണ്ട് അറിഞ്ഞിട്ടില്ല. ഏതായാലും ഇതേപോലത്തെ കിടില വണ്ടികളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മളാണ് ഫോളോ ചെയ്ത് കാണി നമ്മളൊപ്പം അങ്ങോട്ട് കൂടിക്കോളേം.